إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾക്ക് വിധേയരായി തഖ്വയോടുകൂടെ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളും സൽക്കർമ്മികളുമായ മനുഷ്യരുടെ ആത്മാക്കൾ മലക്കുൽ മൗത്ത് ഏറ്റെടുക്കുന്നു. ആ മലായിക്കത്തുകൾ പല സന്തോഷ വാർത്തകളും ഈ മനുഷ്യനെ അറിയിക്കുന്നു. അതോടുകൂടെ അവൻ അള്ളാഹുവിൻ്റെ ലിഖാ ആഗ്രഹിച്ചുകൊണ്ട് ബർസഖിലേക്ക് പോകുവാൻ വേണ്ടി അവൻ്റെ മനസ്സ് താല്പര്യപ്പെടുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. ഇനി ഈ ആത്മാവ് മലായിക്കത്തുകൾ ഏറ്റെടുത്ത ഉടനെ, അഥവാ മലക്കുൽ മൗത്ത് മറ്റ് മലക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഏറ്റെടുത്ത ഉടൻ തന്നെ ഒട്ടും ഇവിടെ പിന്തിക്കാതെ ആകാശ ലോകത്തേക്ക് കയറ്റിക്കൊണ്ടുപോവുകയാണ് വിശ്വാസിയുടേത്. ഏറ്റവും മുന്തിയ കസ്തൂരി പോലെയുള്ള ഒരു നല്ല സുഗന്ധം ഈ ഭൂലോകത്ത് പരക്കുകയാണ്. നമുക്കത് ആസ്വദിക്കുവാനോ നമുക്കത് അനുഭവിക്കുവാനോ കഴിയുന്നില്ല എന്നുള്ളത് ശരി തന്നെ. എന്നിട്ട് ഉടൻ തന്നെ ഈ ആത്മാവിനെ ഓരോ ആകാശങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഈ കഫൻപുടയിൽ വെച്ച് ഇവനെ അനുഗമിച്ചുകൊണ്ട് മലായിക്കത്തുകൾ മേലോട്ട് കൊണ്ടുപോവുകയാണ്.
അപ്പൊ ഏതാണ് ഈ മനുഷ്യൻ എന്ന് മലായിക്കത്തുകൾ ചോദിക്കുന്നു. അപ്പൊ ദുനിയാവിൽ അവന് പറഞ്ഞിരുന്ന ഏറ്റവും നല്ല പേര് വെച്ചുകൊണ്ട് അവന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു. ഓരോ ആകാശങ്ങളിലും മുഖറബുകളായ മലായിക്കത്തുകൾ ഇവനെ അനുഗമിക്കുന്നു. ഏഴാം ആകാശത്തേക്ക് അഥവാ ഏഴാമത്തെ ആകാശത്തേക്ക് എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉക്തുബൂ കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ. ഉക്തുബൂ കിതാബ അബ്ദി, എൻ്റെ അടിമയുടെ രേഖ നിങ്ങൾ എഴുതുക. ഫീ ഇല്ലിയീൻ, വിശിഷ്ടന്മാരായ വിശുദ്ധന്മാരായ ആളുകളുടെ ആത്മാക്കളെ സൂക്ഷിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ അവരുടെ രേഖ എഴുതപ്പെടുന്ന ഇല്ലിയീനിലായിട്ട് ഇവന്റെ രേഖയും നിങ്ങൾ എഴുതുക. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്ന ഏഴാം ആകാശത്തേക്ക് എത്തി അള്ളാഹുവിനോട് ഇവന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇല്ലിയീൻ അഥവാ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ എന്ന് ഖുർആൻ പറഞ്ഞ ആ ഇല്ലിയീൻ അഥവാ വിശ്വാസികളും വിശിഷ്ടന്മാരും നല്ലവരുമായ ആൾക്കാരുടെ ആത്മാക്കളുടെ കേന്ദ്രം. എന്നിട്ട് പറയുന്നു വഅഈദൂഹു ഇലൽ അർള്, ഇവനെ നിങ്ങൾ ഇവിടെ വച്ചാൽ പോരാ, ഈ ആത്മാവ് നിങ്ങൾ ഭൂമിയിലേക്ക് തന്നെ മടക്കണം. ഇവന്റെ ഭൗതിക ശരീരമുള്ളത്, അതല്ലെങ്കിൽ ഇവന്റെ ജസദ് ഉള്ളത് ഭൂമിയിലാണ്. ആ ഭൂമിയിലേക്ക് നിങ്ങൾ മടക്കുക. അതിൽ നിന്നാണ് ഞാൻ അവന്റെ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചത്. അതിലേക്കാണ് ഇവനെയും ഇപ്രകാരമുള്ളവരെയും മടക്കാനുള്ളത്. അവിടെ നിന്നാണ് ഇവരെ മൊത്തത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാനുമുള്ളത് ഭൂമിയിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ ആത്മാവിനെ വീണ്ടും അവന്റെ ജസദിലേക്ക് അഥവാ ശരീരത്തിലേക്ക് മടക്കുന്നു. അല്ലാഹ് മലായികത്തിനോട് പറയാം, മിൻഹാ ഖലഖ്തുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറതൻ ഉഖ്റാ. ഇനി മറ്റൊരിക്കൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ളത് ഈ ഭൂമിയിൽ നിന്നാണ്. അതുകൊണ്ട് അങ്ങോട്ട് മടക്കുക. ഫതുആദു റൂഹുഹു ഫീ ജസദിഹി, അതോടുകൂടി ഇവന്റെ ഈ ആത്മാവിനെ അവന്റെ ശരീരത്തിലേക്ക് മടക്കപ്പെടുകയാണ്. ശരീരത്തിലേക്ക് മടക്കുമ്പോൾ ഇവന്റെ ഭൗതിക ശരീരമുള്ളത് ബർസഖ് എന്ന് പറയുന്ന ഖബറിലാണ്. ഇവന്റെ തടിയാണ് ഇവിടെ കിടക്കുന്നത്. ഇവന്റെ ആത്മാവ് മലായികത്ത് കൊണ്ടുപോയി ഏഴാം ആകാശത്തിലേക്ക് എത്തി അള്ളാഹിനോട് ഇത് എവിടെ എഴുതുണ്ടെന്ന് ചോദിച്ചു. എല്ലാം എഴുതി ക്ലിയറാക്കി ഇവന്റെ ആത്മാവിനെ നേരെ ഭൂമിയിലേക്ക് മടക്കുകയാണ്. അതെന്തിനാ? അവനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ കൃത്യമായി അവനിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. ഇവിടെയാണ് ഭൗതിക ശരീരം ഖബറിലേക്ക് വെക്കുന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഇന്നലിൽ ഖബരി ലലഗ്ത, നിശ്ചയമായും ഖബറിന് മനുഷ്യ ശരീരം ഒരു ഇടുക്കലുണ്ട് അഥവാ ഒരു ഞെരുക്കിക്കളയലുണ്ട്. മനുഷ്യന്റെ ശരീരത്തെ ഖബറിലേക്ക് വെക്കപ്പെടുമ്പോൾ ഒരു ലഗ്തത്ത്, ഒരു സമ്മർദ്ദം ഉണ്ടാക്കലുണ്ട് ഖബറിന് എന്ന് റസൂലുള്ള പറയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ആരും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒരാളും രക്ഷപ്പെടില്ല. വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ സാലിഹെന്നോ ഗൈറു സാലിഹെന്നോ വ്യത്യാസമല്ല, രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്നിട്ട് പറഞ്ഞു, ആ ഖബറിന്റെ ഇടുക്കലിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഖന്തഖ് യുദ്ധത്തിൽ രക്തസാക്ഷിയായ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു. സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു. അദ്ദേഹം രക്ഷപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തെ പോലും ഈ ഖബർ ഞെരുക്കിയിട്ടുണ്ട്. അദ്ദേഹം ഖന്തഖ് യുദ്ധത്തിൽ രക്തസാക്ഷിയായി അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്രയായ പ്രമുഖനായ ഒരു സഹാബിയാണ്.
റസൂലുള്ളാഹി പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ പ്രത്യേകത തഹറക ലഹു അൽ അർശ്, അള്ളാഹുവിന്റെ സിംഹാസനം വഹിക്കുന്ന മലായികത്തുകൾ അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞുകൊണ്ട് അവർ വിറച്ചു പോയിട്ടുണ്ട്. ഇഹ്തസ എന്നും കാണാം, തഹറക എന്നും കാണാം. തഹറക എന്ന വാക്കിന്റെ അർത്ഥം ചലിച്ചു, വിറച്ചു നാം. അള്ളാഹുവിന്റെ സിംഹാസനം വഹിക്കുന്ന മലായികത്തുകൾ ഇദ്ദേഹത്തിന്റെ മരണവാർത്ത കേട്ടുകൊണ്ട് അവരാകെ ഇഹ്തസ, വിറച്ചു പോയിട്ടുണ്ട്. തന്നെയുമല്ല, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മാവുമായി അനുഗമിക്കുന്നിടത്ത്, അദ്ദേഹത്തിന്റെ ജനാസ അനുഗമിക്കുന്നിടത്ത് 70,000 മലായികത്തുകൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 70 അൽഫം മിനൽ മലായിക. ഇങ്ങനെയൊക്കെ പ്രത്യേകതയുള്ള, ഇത്രയൊക്കെ പോരിശയുള്ള, ഇത്രയൊക്കെ കടുത്ത വിശ്വാസിയാകുന്ന ഷഹീദായ ആ മനുഷ്യന്റെ ഖബർ പോലും ഇടുക്കിയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, ലഖദ് ളുമ്മ ളുമ്മത്തൻ സുമ്മ ഫുരിജ അൻഹു, അദ്ദേഹത്തെയും ഖബർ ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ട്, പിന്നെ അങ്ങോട്ട് വിട്ടയച്ചു. ഇതാണ് ഈ ആത്മാവ് ഇവന്റെ ശരീരത്തിലേക്ക് വെക്കുന്ന ആദ്യത്തെ അവസ്ഥ. കാരണം ഇവന്റെ എല്ലാ ചുറ്റുപാടും മാറുകയാണ്, കാലാവസ്ഥ മാറുകയാണ്, ജീവിതം മാറുകയാണ്. രണ്ടാം ഘട്ടത്തിലേക്ക് ഇവൻ കടക്കുകയാണ്. രണ്ടാം ഘട്ടത്തിന്റെ സുപ്രധാനമായ അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോക കവാടങ്ങളിൽ വെച്ച് ഒന്നാമത്തെ കവാടം എന്ന് പറയുന്ന കവാടത്തിലേക്ക് ഇവൻ പ്രവേശിക്കുകയാണ്. അപ്പൊ ഉണ്ടാകുന്ന മാറ്റാന്ന്, അങ്ങനെ റൂഹ് മടക്കപ്പെട്ടാൽ 2 മലക്കുകൾ വന്നുകൊണ്ട് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ഏത് മുനാഫിഖാണെങ്കിലും ഈ ചോദ്യം ചോദിക്കുന്നതാണ്. 2 മലക്കുകൾ, അള്ളാന്റെ മാലാഖമാര് വന്നുകൊണ്ട് അവനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തുന്നു. എന്നിട്ട് അവനോട് ആദ്യമായി ചോദിക്കുന്ന ചോദ്യമുണ്ട്, മർ റബ്ബുക, മർ റബ്ബുക്, നിന്റെ രക്ഷിതാവ് ആരാണ്, നിന്റെ റബ്ബ് ആരാണ്? വിശ്വാസിയാണെങ്കിൽ പറയുന്ന മറുപടി എല്ലാവർക്കും അറിയാം, അല്ലാഹു റബ്ബി. പിന്നീട് അവന്റെ ആദർശം ഏതാണ്, അവന്റെ ദീൻ ഏതാണ്, നീ ഈ 80 കൊല്ലം ദുനിയാവിൽ പരിപാലിച്ചിരുന്ന നിന്റെ ആദർശം ഏതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അൽ ഇസ്ലാം എന്ന് മറുപടി പറയാൻ കഴിയണം. ഇസ്ലാമാണ്. പിന്നീട് അടുത്ത ചോദ്യം, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരായിരുന്നു പ്രവാചകൻ? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഇതോടുകൂടെ നിന്റെ ഗ്രന്ഥം ഏതായിരുന്നു? ഇമാമ് പരിശുദ്ധ ഖുർആനായിരുന്നു എന്ന് മറുപടി പറയണം. അതിനുശേഷം അടുത്ത ചോദ്യമുണ്ട്, വമാ ഇൽമുക, നീ എന്താണ് പഠിച്ചത്, എന്തായിരുന്നു വിദ്യാഭ്യാസ യോഗ്യത, ദുനിയാവിലായിരുന്നപ്പോൾ നീ എന്തെല്ലാമാണ് പഠിച്ചത്, നിന്റെ ഇൽമ് എന്താണ്? എന്താ മറുപടി പറയേണ്ടത്? ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ കച്ചവടക്കാരനാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. അത് ഇവിടെ നടക്കും. ബർസഖിൽ അങ്ങനെയുള്ള ഉത്തരമല്ല പറയേണ്ടത്. നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്ന് അള്ളാന്റെ മലായികത്ത് ചോദിക്കുമ്പോൾ ഖറഅതു കിതാബല്ലാഹ്, ആർക്കാ കഴിയാ, ആർക്കാ സാധിക്കുക? ഖറഅതു കിതാബല്ലാഹ്, അള്ളാന്റെ കിതാബ് ഞാൻ വായിച്ചിട്ടുണ്ട്, പരിശുദ്ധ ഖുർആൻ വായിച്ചു പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. പോരാ, വആമൻതു ബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. വസദ്ദഖതു ബിഹി, അതിൽ അടിയുറച്ച് വിശ്വസിച്ചവനാണ്. വഅമിൽതു ബിഹി, ഞാൻ അതനുസരിച്ച് പ്രവർത്തിച്ചവനുമാണ്. ഇതാന്ന് പറയേണ്ട മറുപടി. അല്ലാണ്ട് നമ്മളെ ഒരു യോഗ്യതയും അവിടെ വിലപ്പോവുകയില്ല. ഖുർആൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മടിയാന്ന്. ആ മടി എപ്പ തിരിയും? ബർസഖിലെത്തുമ്പോൾ മനസ്സിലാവും മടി കാണിച്ചത് അബദ്ധമായി പോയി.
പിന്നെ തിരിഞ്ഞിട്ട് കാര്യമല്ല, എല്ലാം കഴിഞ്ഞില്ലേ. ഖറഅതു കിതാബല്ലാഹ്. എത്ര സമയം ചെലവഴിക്കുന്നു ഡെയിലി നമ്മളെ ഖുർആൻ പഠിക്കാൻ? എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? ഇത് എവിടേക്ക് വേണ്ടിയാണ്? രക്ഷപ്പെടാൻ. ഒന്നാമത്തെ ആഖിറത്തിലെ ഒന്നാമത്തെ കവാടമാകുന്ന ഖബറില് വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി ചോദിക്കുമ്പോൾ രക്ഷപ്പെടണമെങ്കിൽ ഖുർആൻ പഠിച്ചേ തീരൂ. കാരണം എന്താ? വഅമിൽതു ബിഹി. ഞാൻ ഓതിയിട്ടുണ്ടെന്ന് മാത്രല്ല, ഞാൻ വിശ്വസിച്ചു, ഞാൻ അതിൽ ആണയിട്ടു, അതോടുകൂടെ ഞാൻ അതനുസരിച്ച് അമൽ ചെയ്തു എന്നുകൂടെ പറയേണ്ടതുണ്ട്. ഇപ്പോഴാണ് ഇങ്ങനെ മറുപടി പറഞ്ഞാൽ ഫയുനാദാ മുനാദിം മിനസ് സമാ, ആകാശ ലോകത്ത് നിന്നൊരു വിളിയാളം കേൾക്കുകയാണ്. ഒരു വിളിച്ചു പറയുന്ന ആള് പറയുകയാണ്, അൻ സദഖ അബ്ദീ, എന്റെ അടിമ പറഞ്ഞ കാര്യം സത്യമാണ്. പറഞ്ഞൊക്കെ സത്യം. അതാണ് യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരമായ ഉറപ്പുള്ള ഖൗലു സാബിത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം വിശ്വാസികളായ ആളുകളെ ഉറപ്പിച്ചു നിർത്തും. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്, ഖൗലു സാബിത്ത് കൊണ്ട്, അഥവാ ഉറപ്പിച്ച വചനം, ഉറച്ച വചനം. അല്ലാഹു ആണ് എന്റെ റബ്ബ് എന്നുള്ള തൗഹീദിന്റെ വചനം. ഇതിന്റെ നേരെ മുമ്പുള്ള ആയത്ത് തൗഹീദിന്റെ കലിമത്തിനെ പറ്റിയാണ്. കശജറത്തിൻ തയ്യിബത്തിൻ എന്ന് കേട്ടില്ലേ? സൂറത്ത് ഇബ്രാഹിമിലാണ്. അത് ദുനിയാവിൽ ഉറപ്പിച്ചു നിർത്തുന്ന പറഞ്ഞാൽ എങ്ങനെയാന്ന്? ദുനിയാവിൽ അവൻ എന്ത് പ്രയാസമുണ്ടാകുമ്പോഴും, എന്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും, എന്ത് ബുദ്ധിമുട്ട് തന്നെ അവനെ ബാധിക്കുമ്പോഴും അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, സുഹൈബ് ഇബ്നു സിനാൻ റളിയല്ലാഹു അൻഹു, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ഈ പറഞ്ഞ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ ദുനിയാവിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അതേ പ്രകാരം തന്നെ മുറിവുകളും അതേ പ്രകാരമുള്ള ധാരാളം പ്രയാസങ്ങൾ സഹിച്ചു. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിട്ടില്ല. അതാണ് ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ. നഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടം, ധനനഷ്ടം, സമൂഹത്തിൽ ഒറ്റപ്പെടല്, ആളുകളെ കളിയാക്കല്, പരിഹസിക്കല് എല്ലാം ഉണ്ടായിരുന്നു ദുനിയാവിൽ. പക്ഷേ ഖൗലു സാബിത്തിനുള്ള വിശ്വാസം അവരെ ഒട്ടും പിന്തിരിപ്പിച്ചില്ല. രണ്ടാമത്തേതോ ഈ പറഞ്ഞ വഫിൽ ആഖിറ, പരലോകത്തും. ഇപ്പൊ കണ്ടില്ലേ, പരലോകത്തിന്റെ തുടക്കാന്ന് ഖബറിൽ ഉത്തരം പറഞ്ഞു, അള്ളാഹു ഉറപ്പിച്ച് നിർത്തി. ഈനാണ് നമ്മള് ഖബറിന്റെ മേലെന്ന് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ. അതാർക്കാ തസ്ബീത്ത് കിട്ടല്? ഖൗലു സാബിത്ത് ദുനിയാവിൽ ഉറപ്പിച്ചോൻ. അല്ലാത്തോനോ സാധ്യതല്ല. അങ്ങനെ പറഞ്ഞാൽ മതി ഇപ്പൊ തൽക്കാലം. ഖൗലു സാബിത്ത് ദുനിയാവെന്ന് കിട്ടിയവന് മാത്രമേ അല്ലാഹു റബ്ബി എന്ന മറുപടി പറയാൻ കഴിയൂ. അവന് മാത്രമേ ഭയമില്ലാതെ, പേടിയില്ലാതെ, പരിഭ്രമമില്ലാതെ ഇതിന് ഉത്തരം പറയാൻ കഴിയൂ. അല്ലാത്തവൻ സാധിക്കൂല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഖുത്ബയിൽ അതിന് ശേഷം പറയാം. എല്ലാം കൂടി ഇപ്പൊ പറയണ്ട. അക്രമികളായ ആളുകളെയാണ് അള്ളാഹു വഴി പിഴപ്പിക്കുക, വഴികേടിലാക്കുക. അള്ളാഹു ഉദ്ദേശിച്ച കാര്യം അള്ളാഹു ചെയ്യും എന്ന് പറഞ്ഞാൽ ഖൗൽ സാബിത്ത് കിട്ടിയാൽ രക്ഷപ്പെട്ട്, ദുനിയാവിൽ അവൻ രക്ഷപ്പെട്ട്, ബർസഖ് രക്ഷപ്പെട്ട്. ഇനി ആഖിറത്തിലുണ്ടൊരു ചോദ്യം, ഹിസാബ്. സമ്പൂർണമായ ഒരു വിചാരണ നടക്കുന്നത് ഖബറിലല്ല, അഥവാ ബർസഖിലല്ല. അത് വരാൻ പോകുന്ന ഹിസാബ് വേളയില. കാൽപാദം മുമ്പോട്ട് വെക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞില്ലേ, അത് അവിടെയാണ്. ഈ മൂന്ന് സ്ഥലത്തും രക്ഷയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉറപ്പിച്ചവന്. ഇതോടുകൂടെ സ്വർഗീയാരാമത്തിലേക്കുള്ള സുഖ സൗകര്യങ്ങളിലേക്കുള്ള ഒരു കവാടം അവനിങ്ങനെ തുറക്കപ്പെടുക.
ഓനോട് പറയും, നീ എങ്ങാനും ഈ ഉത്തരം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ നിനക്കുള്ളത് ആ നരകമായിരുന്നു, ഉത്തരം പറഞ്ഞതുകൊണ്ട് ഈ സ്വർഗമാണ് എന്നോനോട് ഇങ്ങനെ പറയപ്പെടും. വിശ്വാസിയാ മനുഷ്യനോട് അവന് സ്വർഗത്തിലേക്കുള്ള കവാടം സ്വർഗീയ ആരാമത്തിലേക്കുള്ള ഒരു കവാടം തുറന്നു കൊടുക്കുക സമ്പൂർണമായ സ്വർഗീയ പ്രവേശനം അല്ല. അവിടുത്തെ സുഖങ്ങളും അവിടുത്തെ അനുഭൂതികളും അവിടുത്തെ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് താൽക്കാലികമായി കഴിഞ്ഞുകൂടുന്ന ഇടം തുറന്നു കൊടുക്കൂ എന്ന് പറയും. ഉടൻ തന്നെ അവന്റെ അടുത്തേക്ക് നല്ല സുസ്മേരവതനായ മുഖപ്രസന്നനായ ഒരാൾ വരും. ഇതെല്ലാം അനുഭവിക്കാനുള്ളന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഇതൊരു കേൾവിയാണ്, പക്ഷേ ഇതൊരു യാഥാർത്ഥ്യ അനുഭവമാണ്, സത്യമാണ്, വഹ്യാണ്, റസൂല് പറഞ്ഞതാണ്, ഒട്ടും സംശയിക്കേണ്ടയില്ല. ഒരാൾ വന്നുകൊണ്ട് ഇവന്റെ അടുത്ത് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഇവൻ ചോദിക്കാന്ന്, മനന്ത ഇനി ആരാന്ന്, നിങ്ങൾ ആരാ? അന അമലുക സ്വാലിഹ്, മനുഷ്യ നീ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ സൽക്കർമ്മമാണ് ഞാൻ എന്ന് ആ മനുഷ്യൻ മറുപടി പറയുന്നു. എന്നിട്ട് അദ്ദേഹം ഇവനോട് പറയുന്നത്, ദുനിയാവിൽ നിന്നോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗവുമായി സന്തോഷിച്ചുകൊണ്ട് നീ കഴിഞ്ഞുകൂടിക്കോ. അബ്ശിർ ഹാദാ യൗമുക്കല്ലദീ കുന്ത തുഅദ്, നിന്നോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുണ്ടെന്ന് പറയപ്പെട്ടിരുന്നു, ഖുതുബ കേട്ടിരുന്നു, ക്ലാസ് കേട്ടിരുന്നു, ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു, ഖുർആൻ പഠിച്ചിരുന്നു. ആളുകളൊക്കെ പറഞ്ഞിരുന്നത് ഇവനൊരു ആഖിറത്ത് തൊഴിലാളിയാണ്. അങ്ങനെ ജനങ്ങൾ പരിഹസിക്കുക. യുവാക്കൾ നല്ലോണം മനസ്സിലാക്കുക. സ്ഥിരമായി ജുമാഅക്കും ജമാഅത്തിനും ഖുർആൻ ക്ലാസ്സിനും സംഘടനയിലൊക്കെ സജീവമായാൽ ആളുകൾ പറയുന്നത് എന്താ? ഓൻ അനങ്ങിയ പള്ളിയാന്ന്, അനങ്ങിയ മദ്രസയാന്ന്, അനങ്ങിയ തൗഹീദാന്ന്, അനങ്ങിയ ബഅളാന്ന്, പ്രസംഗാന്ന് പറഞ്ഞ് പരിഹസിക്കും ആളുകൾ. ഓനോടാണ് മലക്ക് പറയാ, നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗമാണിത്, സന്തോഷിച്ച് കഴിഞ്ഞു കൂടിക്കോ എന്ന് ആഖിറത്തിൽ പറയപ്പെടും. അപ്പം മനുഷ്യൻ പറയുന്നത് എന്താ അറിയോ? അള്ളാഹുവേ ഖിയാമപ്പ തന്നെ ആയിക്കോട്ടെ, ഇനി പേടിക്കാനല്ല, ഓന്റെ കാര്യം സേഫായി. യാ റബ്ബി അഖിമിസ്സാ, ഖിയാമ ഇപ്പൊ തന്നെ സംഭവിച്ചോട്ടെ, എനിക്ക് പേടിക്കാനില്ല, ഞാൻ സുരക്ഷിതനാണ്, ഞാൻ നിർഭയനാണ്, ഞാൻ ഉത്തരം നൽകിയവനാണ്, എനിക്ക് ഭയപ്പെടേണ്ടതില്ല, ഖിയാമം ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ കുടുംബക്കാരിലേക്കും എനിക്ക് അല്ലാഹു സ്വർഗീയാരാമത്തിൽ തയ്യാറാക്കിയ അനുഗ്രഹങ്ങളിലേക്കും എനിക്ക് മടങ്ങാൻ വേണ്ടി ഖിയാമം വന്നോട്ടെ എന്ന് അവിടെ വെച്ചുകൊണ്ട് പറയും. അപ്പൊ തസ്ബീത്ത് കിട്ടിയാൽ മേലെന്ന് തസ്ബീത്ത് ചോദിച്ചു എന്ന് വെച്ചിട്ട് താഴേക്ക് കിട്ടൂല. തൗഹീദിന്റെ കണക്ഷൻ ഉണ്ടോ ഓ രക്ഷപ്പെട്ട്, തൗഹീദി കണക്ഷനില്ലേ ഇനി അടുത്ത് പറയുന്നത് പറയാം. ഇതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു മനുഷ്യൻ, വിശ്വാസിയായ മനുഷ്യൻ മരണപ്പെട്ട് അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ പുടയിൽ പൊതിഞ്ഞ് എന്നിട്ട് മയ്യത്ത് കട്ടിയിൽ വെക്കപ്പെട്ടുകൊണ്ട് ജനങ്ങൾ അവരെ തോളത്തേറ്റുമ്പോൾ ആ മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, വേഗം കൊണ്ടുപോവുക, വേഗം കൊണ്ടുപോവുക, എന്നെ ഇവിടെ വെച്ചേക്കണ്ട, എനിക്ക് അള്ളാന്റെ തൃപ്തി കൊണ്ടും സ്വർഗം കൊണ്ടും സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എന്നെ വേഗം കൊണ്ടുപോകൂ, വേഗം കൊണ്ടുപോകൂ, അള്ളാന്റെ റഹ്മത്തിലേക്ക്, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക്, അള്ളാന്റെ സ്വർഗീയ ആരാമത്തിലെ സുഖങ്ങളിലേക്ക് കൊണ്ടുപോകൂ എന്ന് ആ മനുഷ്യൻ വിളിച്ചു പറയും. എല്ലാവരും അത് കേൾക്കും, മനുഷ്യനല്ലാത്തവർ. മനുഷ്യരെങ്ങാനും അത് കേട്ടാൽ അവൻ ബോധരഹിതനായി പോകും എന്ന് ഹദീസിൽ കാണാം. അപ്പൊ വൈകാനത്ത് സ്വാലിഹത്തൻ, അവൻ നല്ലവനാണെങ്കിൽ ഇങ്ങനെ പറയും. അപ്പൊ അവന്റെ ആത്മാവ് മടക്കി ചോദ്യം ചെയ്തു, ഉത്തരം പറഞ്ഞു, തസ്ബീത്ത് കിട്ടി, അവൻ സ്വർഗീയ സുഖ സൗകര്യങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൂടാണ്. ഇനി ഇവന്റെ റൂഹ് ചിലപ്പോൾ വിശ്വാസിയുടെ റൂഹുകളുള്ള കേന്ദ്രത്തിലേക്ക് ഉയർത്തപ്പെട്ടേക്കാം. എപ്പോഴാണോ മടക്കപ്പെടേണ്ട സമയം അപ്പൊ അല്ലാഹു അങ്ങോട്ട് മടക്കും. വിശ്വാസികളുടെ റൂഹ് 3 രീതിയിലാണ് നമുക്ക് ഹദീസിൽ നിന്ന് പഠിക്കാനുള്ളത്. ഒന്ന്, അമ്പിയാക്കന്മാരുടേത് ഇല്ലീൻ എന്ന സ്ഥലത്താണ്, അല്ല റഫീഖുൽ അഅല,
റസൂലുള്ളാഹി പറഞ്ഞല്ലോ അർ റഫീഖുൽ അഅ്ല എന്ന് മരിക്കാൻ നേരത്ത്. അത് രണ്ടാമത്തേത് ഇല്ലിയീൻ എന്ന് പറഞ്ഞ വിശ്വാസികളുടേത് പൊതുവെയുള്ളത്, സിജീൻ ദുഷ്ടന്മാരത്. രണ്ടാമത്തേത് വിശ്വാസികൾ രക്തസാക്ഷികളുടേത്. രക്തസാക്ഷികൾ ഖുർആനിൽ പറഞ്ഞു എന്താ റബ്ബിഹിം യുർസഖൂൻ, ഭക്ഷണം നൽകപ്പെടുന്നുണ്ട് അവർക്ക്. അവര് സ്വർഗീയാരാമത്തിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ അവർ വിഹരിച്ചുകൊണ്ട് വിലസിയും കൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുകയാണ്. അതോടുകൂടെ തന്നെ അർശിൽ ബന്ധിക്കപ്പെട്ടതായിരിക്കുന്ന ഖനാദീലും മുഅല്ലഖത്തും ബിൽ അർശ്, അർശിനോട് ചേർന്ന് കിടക്കുന്ന ബന്ധിക്കപ്പെട്ടതായ വിളക്കുകൂടുകളുണ്ട്. അതിൽ ഒരു പക്ഷിക്കൂടുകളിൽ എന്ന പോലെ, അതല്ലെങ്കിൽ കഅജ്സാദി തുയൂരിൻ, പക്ഷികളുടെ ശരീരങ്ങളിൽ എന്ന പോലെ അവരവിടെ വിഹരിച്ചു കഴിഞ്ഞുകൂടുകയാണ്. അത് രക്തസാക്ഷികൾ. അപ്പൊ ഒന്ന് അമ്പിയാക്കന്മാര്, രണ്ട് രക്തസാക്ഷികൾ. മൂന്നാമത്തേത് സാധാ വിശ്വാസികൾ. അവർ ഇന്നമാ നസമത്തുൽ മുഅ്മിൻ താഇറുൻ യുഅല്ലഖു ഫീ ഷജറത്തിൽ ജന്ന, സ്വർഗത്തിലെ മരങ്ങളിലൂടെ ബന്ധിക്കപ്പെട്ടവരായ നിലയിൽ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. അവരെ റൂഹുകൾ ആത്മാക്കൾ. ഇങ്ങനെ മൂന്ന് രീതിയിലാണ്. ഈ മൂന്ന് രീതിയിലാണ് ഇവരുടെ ആത്മാക്കൾ ഉള്ളത്. എപ്പോഴാണോ മടക്കപ്പെടേണ്ടത് ശരീരത്തിലേക്ക്, ആ സന്ദർഭത്തിൽ അള്ളാഹു മടക്കും. അത് എപ്പോഴാന്ന് നമുക്കറിയില്ല. അതിൻ്റെ ആവശ്യവും അതിൻ്റെ സമയവും അതിൻ്റെ സന്ദർഭവും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖലീബ് ബദറിലെ പൊട്ടക്കിണറ്റിൽ കൊണ്ടെറിഞ്ഞല്ലോ. അവരോട് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തൊക്കെ ഇപ്പൊ കിട്ടില്ലേ എന്ന് ചോദിച്ചല്ലോ മുശ്രിക്കീങ്ങളായ മഖ്തൂലുകളോട്, കൊല്ലപ്പെട്ടവരോട്. അപ്പൊ അവിടുന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ ഇവരോട് സംസാരിക്കുന്നത്? അപ്പൊ ഇപ്പോൾ അവർ കേൾക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരെ തടിയിലേക്ക് അള്ളാഹ് അവരെ റൂഹ് മടക്കും, അപ്പൊ കേൾക്കും. എപ്പോഴാ കേൾക്കുക, എങ്ങനെയാ കേൾക്കുക, അതൊന്നും പിന്നെ ദുനിയാവിലെ അളവുകോല് കൊണ്ട് അളക്കാൻ പറ്റൂല. അപ്പൊ ആത്മാക്കൾ ഈ രീതിയിൽ പിന്നെ കഴിഞ്ഞുകൂടുന്നു. ഏതുവരെ ഇലാ യൗമിൽ ഖിയാമ, ഈ ലോകം നശിക്കുന്ന അന്ത്യദിനത്തിന്റെ ഘട്ടം വരെ അതുപോലെ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? തസ്ബീത്ത് ലഭിക്കണം. അതിന് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കുക. എവിടെ പിടിക്കുക? നമ്മളെ ഖൽബിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകൾ, അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ ഇത് ലഭിക്കൂ. ഇപ്പൊ അറിയുന്ന ഒരൊറ്റ കുഞ്ഞും നാളെ പരലോകത്തുണ്ടാവൂല, ബർസഖിലുമില്ല, ആഖിറത്തിലുമില്ല. ഇവിടുന്ന് പറയാനും തെറ്റിദ്ധരിപ്പിക്കാനും അതല്ല ഇങ്ങനെ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയാൻ ആളുണ്ടാവും. പക്ഷേ നാളെ പരലോകത്ത് ബർസഖിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, റൂഹ് തൊണ്ടൻകുഴിയിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാം ഒറ്റപ്പെടുകയാണ്. തഹീദ്, നീ തെറ്റിപ്പോയിരുന്നു ദുനിയാവിൽ നീ ഇങ്ങനെ തെറ്റി മറിഞ്ഞ് തിരിഞ്ഞ് നടക്കായിരുന്നു. പക്ഷേ ഇന്ന് നിന്റെ കണ്ണിന് നല്ല കാഴ്ചയുണ്ടല്ലോ എന്ന് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ പറയുന്ന ഒരു സന്ദർഭം, ഒരു ദിനം, ഒരു സമയം നമുക്ക് വരാനുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്ബീത്ത് ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.